ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈറ്റ് ഡേ വ്ളോഗാണ്. ഞാനത് സെപ്റ്റംബർ 1 ഷൂട്ട് ചെയ്താൽ കേട്ടോ ഈ വീഡിയോ. പിന്നെ സെപ്റ്റംബർ 2 കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു വ്ളോഗ് എന്ന് പറയാം, ഒരു ഷോർട്ട് വീഡിയോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു. എന്തായാലും ഓണപ്പൂട്ടൊക്കെ അല്ല വരുന്നത്, അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ വിചാരിച്ച്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓഗസ്റ്റ് എക്സാം വരുന്നു ഫുള്ള്, ചില ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം 2 എക്സാമൊക്കെ ആയിട്ട് ഫുൾ എക്സാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ഓണപ്പൂട്ട് കഴിഞ്ഞാൽ ഈ ഓണം ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് തുറക്കുന്ന ദിവസം എക്സാമാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അതെനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ സൺഡേയ്സും സാറ്റർഡേയ്സൊക്കെ ഹോളിഡേയ്സ് കിട്ടുമ്പോൾ നമുക്ക് വേറെ ചില പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് അധികം വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ഇടുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഓണം ഹോളിഡേയ്സിൽ അത്യാവശ്യം വീഡിയോസ് എടുത്തേക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമോ അറിയില്ല, നമുക്ക് എന്തായാലും ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ജേർണലിംഗ് വീഡിയോ. അപ്പോൾ എനിക്ക് കുറച്ച് മുട്ടായി കവറിൽ എടുത്തിക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ മുന്നൊരു ജേർണൽ വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയെന്ന് വിചാരിച്ചു. ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ എടുക്കാം, കുറച്ചതിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ കണ്ടില്ല, ടൈം 10:49 ആകുമ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങണത് തന്നെ. കുറച്ച് നേരത്തെ തുടങ്ങാൻ മതിയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ തോന്നി ഒരു വീഡിയോ എടുത്താലോ, അങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെ എടുത്താണ്. ഇനിയിപ്പോൾ നാളെ 2 സെപ്റ്റംബറാണ് എനിക്ക് ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് 2-ാം തീയതി കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൂ കേട്ടോ ഓണത്തിന്. അപ്പോൾ നിബിധനത്തിനൊക്കെ കുടിച്ചപ്പോൾ നാളെ നിബിധനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് സ്കൂളിൽ. അപ്പോൾ അതിൽ കാലിഗ്രഫി ഉണ്ടായിരുന്നു, അറബി കാലിഗ്രഫി. അപ്പോൾ ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് അത് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് വേണ്ട സാമഗ്രികളൊക്കെ ഞാൻ എടുത്തു വെക്കുകയാണ് രാത്രി തന്നെ. സത്യം പറഞ്ഞാൽ രാത്രി ചെയ്യാറില്ല, രാവിലെയൊക്കെ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കില്ല, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവൊക്കെ ആവണ്ടേ. അപ്പോൾ ഒക്കെ രാത്രി തന്നെ പ്രിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ നല്ല കാലിഗ്രഫി ചെയ്തിരുന്നു, ഇംഗ്ലീഷും അറബിക്കൊക്കെ ചെയ്തിരുന്നു. ഇപ്പം ഇംഗ്ലീഷ് ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ അറബിക്ക് ഞാൻ ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ഒരു വർഷമൊക്കെ ഞാൻ ഇപ്പോൾ അറബി കാലിഗ്രഫി ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മളിങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഹോബീസൊക്കെ ചെയ്യണ മാതിരി ചെയ്യൂലേ, അതൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് കുറേ കാലേ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് നോക്കുന്നുണ്ട് ഇപ്പോഴും ആ ടച്ച് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഇല്ല ഗൈസ്, എല്ലാ ടച്ചും മുട്ടിക്കണം. ഒന്നും കൂടി ഇനിയൊക്കെ കായികമായി ഒന്നും കൂടി ഒന്ന് പുറത്ത് വരുത്താനുണ്ട്. ഒക്കെ ഉള്ളിലേക്ക് മൺമറിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ കുറേ വട്ടം ഇപ്പം വായിക്കാൻ തുടങ്ങണം. ഈ പേജ് ഇപ്പോൾ കയറും കുറേ വട്ടം ഇങ്ങനെ വരച്ച് നോക്കിയിട്ട്. പിന്നെ ഞാൻ മാസ്കിൻ്റെ ആപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. മാസ്കിൻ്റെ ആപ്പ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ മാസ്കിൻ്റെ ആപ്പ് കൊണ്ടുപോയാലിപ്പോൾ അന്ന് കാലിഗ്രഫി ചെയ്യാത്ത ആൾക്കാർക്ക് വരെ മാസ്കിൻ്റെ ആപ്പ് അവിടെ ഇവിടെ ഒട്ടിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ എന്തായാലും കഴിയും, ഉറപ്പാണ്. അപ്പോൾ ജസ്റ്റ് പെൻസിലും അങ്ങനെ ആവശ്യം ഇനി വന്നാൽ റോൾ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുള്ള ഇതിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇങ്ങനെ സത്യം പറയട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രിപ്പ് ചെയ്ത് പോയിട്ടും സെപ്റ്റംബർ 2-ാം തീയതി പ്രോഗ്രാം നോക്കുമ്പോൾ ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അറിഞ്ഞില്ല പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ നടക്കുന്ന സമയത്താണെങ്കിലോ ഞാനിപ്പോൾ കൊളൊക്കെ ആയതുകൊണ്ട് എന്താ അറിയില്ല, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പോയില്ല. എന്തിനാ പോയാൽ മതിയായിരുന്നില്ലേ, എന്താണാവോ ഞാൻ പോയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള മാർക്കറൊക്കെ എടുത്തൊക്കെയാണ്. എന്താ കാര്യം, ഒക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം പോയില്ലല്ലോ. ഇനി നമുക്ക് ജേർണലിങ് ചെയ്യാം. അപ്പം ഞാൻ ഈ കവറൊക്കെ ഒന്ന് പുറത്തൊക്കെ എടുത്തൊക്കെയുണ്ട്. അത്യാവശ്യം ഇതൊന്നല്ല, ഇനിയും ഉണ്ട് കവറുകൾ. ഇത് ഞാൻ എൻ്റെ ബാഗിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് കഴിച്ചതായിരുന്നു. പിന്നെ വേറെ ലോക്ക് ഞാൻ വേറെ എവിടെയോട്ടോ വെച്ചിരിക്കുകയാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കണില്ല. ഇത് മാത്രമായിട്ട് ചെയ്യണത്. ഇത് ഞാൻ ഫുള്ള് ചെയ്തിട്ടില്ല. ഇതിൽ ചോക്ലേറ്റ്സ് മാത്രം. ഇപ്പോൾ ചോക്ലേറ്റ്സ് ആയിട്ടുള്ള ഗാലക്സി പോലത്തെ മുട്ടായികളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്തത്. അധികം സ്പേസും ഇല്ലല്ലോ ഒരു പേപ്പറിൽ, നമുക്ക് ഇത്ര പിന്നെ നമ്മൾ കോളേജ് പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്തുള്ളൊരു ബ്രഷ് പെൻ, ഒരു ലൈറ്റ് ബ്രൗൺ പോലത്തെ ബ്രഷ് പെൻ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് പോലത്തെ കളറാണല്ലോ അത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും വരച്ച് കൊടുക്കുക. ഗ്രിഡ് ലൈൻസ് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് എസ്തെറ്റിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും അത് ഉണ്ടാവാതൊരു കളിയില്ല. അതുകൊണ്ട് അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ടൈറ്റിൽ പോലെ ചോക്ലേറ്റിന് എഴുതാനാണ് ഉദ്ദേശിച്ചത്. ചോക്ലേറ്റ് എന്നുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചൊക്കോളോ എന്നാണ് എഴുതി കൊടുക്കുന്നത്. ഇനി നമുക്ക് കവറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞില്ല, നമ്മൾ കൊളേഷ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒപ്പം ഇങ്ങനെ വെച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് മാത്രമല്ല, ചോക്ലേറ്റ് കവേഴ്സ് ഇല്ല. കൂടുതൽ കുറുക്കുറെ, അതുപോലെ തന്നെ ബിങ്കോ, ചുപ്പാ ചുപ്സ്, എലിൻ്റെ കച്ചാർ, അങ്ങനത്തെ ചെറിയ മുട്ടായികളുള്ളത്. അപ്പോൾ അത് ഒട്ടിക്കുമ്പം ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ആയിട്ടുള്ള മുട്ടായികൾ ഒട്ടിക്കാൻ നല്ലത്. ഉദ്ദേശം എന്ന് വെച്ചാൽ ഗാലക്സി, ഫ്യൂസ്, മഞ്ച് അങ്ങനത്തെ മുട്ടായികളുണ്ടല്ലോ ചോക്ലേറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാവുകൊണ്ട് വിചാരിക്കണം. അതുപോലത്തെ ഒട്ടിക്കാന്ന് വിചാരിച്ചത്. ഗാലക്സിയുടെ 4 വെറൈറ്റി കവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതും വലുതൊക്കെ ആയിട്ട്. അതിൽ ചെറുത് ഞാൻ ഒട്ടിച്ചില്ല, കാരണം ചെറുതിൻ്റെ ഫിനിഷിങ് അത്ര പോരാ. ഞാൻ പൊട്ടിച്ചപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റിലാണ് പൊട്ടിച്ചപ്പോൾ അത്ര ഫിനിഷിങ് കണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഒട്ടിക്കണില്ല. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗാലക്സി എന്നുള്ള ഭാഗം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഞാൻ അത്രക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതിന്റെ ലുക്ക് ഇങ്ങനെ കിട്ടുമെന്ന്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടില്ലേ. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ചിലപ്പോൾ കൊള്ളാവും എന്നൊക്കെ വിചാരിച്ചു. ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് ചില രസമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ പേജിൽ എന്തായാലും സ്ഥലമില്ല. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഇതുപോലെ കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതിൽ ഒട്ടിയേക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ കുറേ കാലമായി അത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുട്ടായി കവർ എടുത്ത് വെച്ചിട്ട് പിന്നെ ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വെച്ചിരുന്നു. പിന്നെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് ഇതൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മുട്ടായി കവർ മാത്രം ഒട്ടിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ നമ്മൾ. അപ്പോൾ അങ്ങനെ എൻ്റെ ഐഡിയക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കവർ ഈ ബോക്സിൽ തന്നെ എടുത്ത് വെക്കാം. ഞാനത് ബാഗ് ജസ്റ്റ് കഴുകിയിടാൻ വേണ്ടിയിട്ട് ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് ടേബിളിൽ ഇങ്ങനെ കുട്ടിയൊക്കെയായിരുന്നു. പിന്നെ ടേബിൾ ഇങ്ങനെ കുട്ടിയപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആരെങ്കിലുമൊക്കെ ആയിട്ട് പുറത്തേക്ക് മീൻസ് കളയാൻ വേസ്റ്റിക്ക് ഇടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ സെക്യൂർ ആയിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് എന്താണ്, റോസ് പൂ അല്ലേ? അതെ, എനിക്കറിയാം. ഈ റോസ് പൂ എനിക്ക് എൻ്റെ കസിൻ കൊണ്ടുവന്ന കേട്ടോ. ഓളിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് അവൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഓളെ സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഒക്കെ കൊണ്ടുവന്ന റോസ് പൂവാണ്. അപ്പോൾ അത് രാവിലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് വാടി പോകുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഡ്രൈ ആക്കണം. ഇന്നിപ്പോൾ ഡ്രൈ ആക്കാൻ ടൈമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇരിക്കുന്ന സമയം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ കഴിയുമ്പോഴത്തേനും അപ്പോൾ ഇങ്ങനെ ടൈം ടേബിൾ എടുത്ത് വെക്കുകയാണ് വേഗം. എന്നിട്ട് നാളെ ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നും കൂടി അവിടെ ഇരിക്കട്ടെ. ഈ കാഴ്ച നമ്മൾ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ടേബിളിൻ്റെ അവസ്ഥ. ചെയ്ത് ഉണ്ടാക്കി വെച്ചാണ് ഈ ഒരു നോ യെസ് ലെസ് എന്നൊക്കെ. എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ആക്നെസ് വരാറില്ല. അപ്പോൾ ആക്നെസ് എനിക്ക് ഭയങ്കര കുറവാണ്. ഞാനൊന്നും കൂട്ടാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചായിരുന്നു കേട്ടോ. ഇത് അതൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ നല്ലപോലെ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിടക്കുക ചെയ്ത് കേട്ടോ. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. രാവിലെ പിറ്റേ ദിവസം സ്കൂളിൽ പോകണ നേരത്തെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഹറിബറി ആയിട്ടാണ് ഞാൻ എണീറ്റത്. ലേറ്റായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ബസ് വരുമ്പോഴത്തേനും ബസ് സ്റ്റോപ്പിലേക്ക് എത്തണം. അങ്ങനത്തെ ഒരു ഹറിബറി മൂഡിലായിരുന്നു. മിക്കവാറും ദിവസങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. ഞാൻ നേരത്തെ നിൽക്കൽ കുറവാണ്. ഞാൻ പൊതുവെ ഒരു നൈറ്റ് ഔളാണ് ഞാൻ. എനിക്ക് നേരത്തെ നീച്ചിട്ട് വലിയ പരിചയം മീൻസ് എനിക്ക് നേരത്തെ നീക്കാൻ അങ്ങനെ വല്ലാണ്ട് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് പണിയുണ്ട്. പിന്നെ നമ്മൾ ജേർണൽ ചെയ്യാണ്ട് മുട്ടായി കവറിൽ ജേർണൽ ചെയ്യാണ്ട് അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് സാധനം ഉണ്ടാക്കാണ്ട്. നമ്മൾ ഓരോ മന്തിൽ ഓരോ സാധനം ഷെയർ ചെയ്യില്ല. അപ്പോൾ ഓഗസ്റ്റ് മന്തിൽ നമുക്ക് ഡെസ്ക് എടുക്കുക ചെയ്യും. ഓഗസ്റ്റ് മന്ത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഫുൾ എക്സാം ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെപ്റ്റംബറിലേക്ക് അത് മാറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാണ്ട് കുറേ പണി. ഈ ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കുന്ന അത് ചെയ്യണമെന്നൊക്കെ ഡയലോഗ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. കാര്യമായിട്ടൊന്നും വന്നിട്ട് ഒന്നും പ്രത്യേകിച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം 3rd സെപ്റ്റംബറിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് ചെറുതായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ രാത്രി ആകുമ്പോഴത്തേനും പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ബാഗിൽ നിന്ന് ബുക്കൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തേക്കുന്നുണ്ട്. ഇപ്പം ഫുള്ള് ലീവ് അല്ലേ. ഇനിയിപ്പോൾ 9 എനിക്ക് ക്ലാസ് എടുക്കുള്ളൂ. അപ്പോൾ അതുവരെ ലീവാണ് നമുക്ക് ബാഗൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ബുക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ടേബിളിൽ. ഓക്കെ, എവറിത്തിങ് ഈസ് ഡൺ. ഒരു കുഴപ്പമില്ലാണ്ട് ടേബിൾ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ടേബിൾ കാണുമ്പോൾ എന്തൊരു സന്തോഷം. എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ടേബിൾ നല്ല വൃത്തിക്ക് ഇരിക്കുമ്പോൾ തന്നെ. ആ ഒരു റോസ് ഫ്ലവർ അവിടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. പക്ഷെ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ വേഗം വാടിപ്പോവും. അപ്പോൾ നമുക്ക് വേഗം ഡ്രൈ ആക്കണം. അപ്പോൾ ഡ്രൈ ആക്കാൻ ഇതുപോലെ കട്ടിൽ ഏതെങ്കിലും ബുക്ക് എടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലായിടത്തും ഉണ്ടാകും ഇങ്ങനത്തെ ഒരു ബുക്ക്. പൊതുവേ പണ്ട് ഒരു കൊറോണ കാലത്തൊക്കെ വീട്ടിൽ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറേ ബുക്കുകൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പം എല്ലാവരും മേടിച്ചിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ ഉള്ളൊരു ബുക്ക് തന്നെയാണ് ഇതും. അപ്പോൾ ഇതിന് നല്ല വില ഉണ്ട് കേട്ടോ. ഇത് പക്ഷെ നമ്മൾ ആരും ഇത് നോക്കിയിട്ട് പഠിക്കൊന്നുമില്ലല്ലോ. അതെനിക്ക് മനസ്സിലാവും. പിന്നെ എന്തിനാ നമ്മൾ ആ കാലത്ത് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ന്യൂസ് പേപ്പർ വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഡ്രൈ ആകുമ്പോൾ ആ ബുക്കിൻ്റെ പേജസിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് ന്യൂസ് പേപ്പർ 2 സൈഡിലും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഫ്ലവർ വെക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പണി ഈസ് ബോക്സ് മേക്കിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ബോക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ ഒരെണ്ണം ഉണ്ടാക്കണം. ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ഞാൻ ഒരു 5-6 ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊക്കെ നീച്ച് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് മടിയാണ്. ഫസ്റ്റ് തന്നെ കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ബോക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3rd സെപ്റ്റംബർ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു സർപ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. കൃത്യം 12 മണി ആവുമ്പോണ്ട്
താത്തയും കസിനെ കൂടിയിട്ട് കേക്ക് ആയിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസായി. പിന്നെ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ജേഴ്സി ഹിജാബ്, പിന്നെ പേപ്പർ ഡോലീസും വാഷി ടേപ്സൊക്കെ ആയിട്ടാണ് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.